ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആൾക്കാർ കുറച്ച് പേര് ചെറിയൊരു കമൻറ്റ്സ് ചോദിച്ചായിരുന്നു. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയാനുള്ള റീസൺ. ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയാനുള്ള മേജർ റീസണുകളിലൊന്ന്, ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ഒരു 8 ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ജസ്റ്റ് ഒരു ഡിഷിൻ്റെ കോസ്റ്റിംഗ് എക്സാമ്പിൾസ് വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ലെറ്റസ് ടേക്ക്, ഇപ്പോൾ സാധാരണ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഐറ്റംസിലോ 2 ഐറ്റംസാണ്, ഒന്ന് ബീഫ്, ഒന്ന് ചിക്കൻ. അപ്പോൾ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ യൂണിറ്റ് മാത്തമാറ്റിക്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, 1 കിലോ ബീഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാർക്കറ്റിൽ എല്ലാവർക്കും റെഡിലി ഒരു ഓൺലൈൻ ചെക്ക് ചെയ്താലും അറിയാം, 400 to 480 റുപ്പീസാണ് 1 kg ബീഫിൻ്റെ വില. ഓക്കെ, ലെറ്റ് us assume ഞങ്ങൾ ഹോട്ടലിയേഴ്സൊക്കെ ആയതുകൊണ്ട് 400 രൂപയ്ക്ക് കിട്ടുന്നൊരു ബീഫാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ 1 കിലോ ബീഫ് 400 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു. എനിക്കറിയില്ല എത്ര പേർക്ക് കുക്കിംഗ് ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. 400 രൂപയുള്ളൊരു ബീഫ് അല്ലെങ്കിൽ 1 kg ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ, അതായത് അത് ബോയിൽ ചെയ്ത് കറിയാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ജസ്റ്റ് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഡ്രാസ്റ്റിക്കലി കുറയും. എത്ര പേർക്ക് അറിയാം അതിൻ്റെ വെയിറ്റേജ് എത്ര വരുമെന്ന്? അറിയില്ലാത്തവർക്ക് ഞാൻ പറയാം, 550 തൊട്ട് 580 ഗ്രാമായിട്ട് നല്ല ബീഫോ പോത്തൊക്കെ ആണെങ്കിൽ അത് കുറയും. സോ എഫക്റ്റീവ്ലി ഒരു 5.5 550 ഗ്രാമിനാണ് നമ്മൾ ഈ പറയുന്ന 400 രൂപയും 450 രൂപയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ പല ആൾക്കാർക്കും അറിയാൻ മേലാത്തൊരു എത്രയാണ് ഒരു പോർഷൻ സൈസ്. നോർമലി ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന ഒരു ബീഫിൻ്റെയോ അല്ലെങ്കിൽ പോത്തിൻ്റെയൊക്കെ പോർഷൻ സൈസ് എന്ന് പറഞ്ഞാൽ 150 grams ആണ് കൊടുക്കുന്നത്, കുക്ക് ചെയ്തിട്ടുള്ള ബീഫ്. അങ്ങനെ ഒരു മാത്തമാറ്റിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 കിലോ ബീഫിൽ നമുക്ക് 3.6 പോർഷൻസാണ് കിട്ടാവുന്നത്. അതായത് വേവിച്ച റോ ബീഫിൻ്റെ കോസ്റ്റിങ് തന്നെ അപ്രോക്സിമേറ്റ്ലി 110 റുപ്പീസ്. അത് ഞാൻ വേവിച്ചാലും XOR Y റെസ്റ്റോറൻറ്റിൽ വേവിച്ചാലും നമ്മൾ വീട്ടിൽ വേവിച്ചാലും ഇതിൻ്റെയൊക്കെ കോസ്റ്റിംഗ് ഇത്രയും തന്നെ വരും. അപ്പോൾ 110 രൂപ അതിൻ്റെ കോസ്റ്റായി. പിന്നെ മസാലാസ്, ഗ്രേവി, ഇതെല്ലാം ഒരു ഗ്രേവി മേക്കിംഗ് നോർമൽ ഒരു പോർഷൻ സൈസ് ഗ്രേവി, ഒരു ഹോട്ടലിൻ്റെ പോർഷൻ സൈസ് ഗ്രേവിയുടെ കോസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദാറ്റ് കംസ് ടു 35 to 40 റുപ്പീസ് ബീഫിൻ്റെ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ എത്രയായി? നമ്മൾ പറയുന്നത് 40 രൂപ അല്ലെങ്കിൽ 30 രൂപ പിടിച്ചാൽ പോലും അപ്രോക്സിമേറ്റ്ലി 150 റുപ്പീസോളം ജസ്റ്റ് ബീഫ് ഗ്രേവി ഇട്ടുണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാത്ത ഇലക്ട്രിസിറ്റി ഉണ്ട്, അതുണ്ടാക്കാൻ ഉപയോഗിച്ച ഗ്യാസ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാഫിൻ്റെ കോസ്റ്റിംഗ് ഉണ്ട്, റെൻ്റൽസ് ഉണ്ട്. ഇതെല്ലാം ആഡ് ചെയ്താലും അപ്രോക്സിമേറ്റ്ലി ഒരാളുടെ ഒരു കോസ്റ്റിംഗ്, പ്രോഫിറ്റ് അല്ല ഞാൻ പറയുന്നത്, കോസ്റ്റിംഗ് തന്നെ ഏകദേശം ഒരു 160 to 180 റുപ്പീസ് വരെയും വരും. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി 150 രൂപയ്ക്കും 180 രൂപയ്ക്കൊക്കെ ഒരു ബീഫ് കൊടുക്കാൻ പറ്റും? അത് കൊടുക്കുന്നത് ബീഫാണോ അല്ലയോ, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ കൺസ്യൂമേഴ്സ് ചിന്തിക്കുക, മേടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഹോട്ടലേഴ്സിനെ നശിപ്പിക്കുന്നത് നമ്മൾ കൺസ്യൂമേഴ്സ് തന്നെയാണ്. ഞാനൊരു കൺസ്യൂമറാണ്, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. കാര്യം എന്താണ്? നമുക്ക് ചീപ്പ് പ്രോഡക്റ്റ്സ് വേണം. അപ്പോൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യണം. കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി റെസ്റ്റോറൻറ്റ് തുടങ്ങി, അപ്പോൾ സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് നിങ്ങൾക്ക് തരാവുന്ന രീതിയിൽ കിട്ടാവുന്ന പ്രോഡക്റ്റ് കിട്ടാവുന്ന രീതിയിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ 40 രൂപയ്ക്കൊക്കെ ചിക്കൻ മേടിക്കാം, 50 രൂപയ്ക്കൊക്കെ ബീഫ് മേടിച്ച് അവർ തരേണ്ടി വരും. അവരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സോ നമ്മൾ ആസ് എ കൺസ്യൂമർ നമുക്കൊരു അറിവുണ്ടായിരിക്കണം എങ്ങനെ ഒരു ആൾക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ ഫുഡ് സെർവ് ചെയ്യാൻ പറ്റും. ആ അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആയാൽ 100% റെസ്റ്റോറൻറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡ് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടും. അത് ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും. സോ ദിസ് ഈസ് മൈ ടേക്ക് ഓൺ ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഡിസ്കൗണ്ടിനെ ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു. പല ഡിസ്കൗണ്ട്സും ഫുഡിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് എടുക്കേണ്ടി വരും, പഴയ സാധനം തരേണ്ടി വരും. എന്തിനാണ് കോമ്പീറ്റ് ചെയ്യാൻ? സോ നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങളൊരു നല്ല കൺസ്യൂമർ ആണെങ്കിൽ നടത്തുന്ന ഹോട്ടലുകാരും നല്ലൊരു ഹോട്ടൽ എൻ്ററായി മാറും. ഞാൻ ഈ പറഞ്ഞു തീർത്ത കാര്യം ഇത് ആക്ച്വലി കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിനെ മോശമായിട്ട് കാണിക്കാനൊന്നും പറഞ്ഞതല്ല. എനിക്ക് തോന്നുന്നു ഒരു കൺസ്യൂമർ അവെയർനെസ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനുണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് എത്രയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരാൾക്ക് വിൽക്കാൻ പറ്റുന്ന കോസ്റ്റ് എത്രയായിരിക്കും, അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്രൈസ് മാത്രം കണ്ട് നമുക്ക് കയറാൻ പറ്റും. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റൈറ്റ് സൈഡ് കോളം, പണ്ട്
ഞാനൊക്കെ റൈറ്റ് സൈഡ് കോളം ചെറുപ്പകാലത്ത് നോക്കിക്കൊണ്ടിരുന്ന ഏറ്റവും കുറവ് എത്രയാണെന്ന് കണ്ടിട്ട് പോകാൻ വേണ്ട. ഇന്ന് ഞാൻ ആക്ച്വലി ഇത് സ്വന്തം റെസ്റ്റോറൻറ്റ് റൺ ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് ഞാൻ ആദ്യം ആ റൈറ്റ് സൈഡ് നോക്കുന്നത്. എത്ര കുറവാണെന്ന് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് പ്രൈസ് കുറവാണെന്ന് കാണുവാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് പിന്നെ എടുക്കത്തില്ല, ആ റെസ്റ്റോറൻറ്റ് കയറത്തില്ല. കാരണം എനിക്കറിയാം മിനിമൽ കോസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്രയാണ്. അതിനേക്കാൾ കുറച്ചാണ് ഒരു റെസ്റ്റോറൻറ്റ് ഇത് വിൽക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ വോട്ട് ഐ വിൽ ഡൂ ഇസ് ദാറ്റ് ഞാൻ ഒന്നും പറയാതെ പതിയെ അവിടുന്ന് ഫാമിലിയായിട്ട് ഇറങ്ങിയുള്ളൂ. സോ റൈറ്റ് സൈഡ് കോളം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോളമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ സംബഡി ക്യാൻ പ്രൂവ് മീ റോങ് ഇൻ ദ യൂണിറ്റ് മാത്തമാറ്റിക്സ്, അത് എനിക്കൊരു അറിവായിരിക്കും. മേ ബി എനിക്കും റെസ്റ്റോറൻറ്റിൽ അത് പരീക്ഷ നോക്കാൻ പറ്റും. ഇതിനേക്കാൾ കുറച്ച് ഒരു ബീഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് എനിക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.